ഏതെങ്കിലും ബസ്സിൽ കയറി പൊക്കോളൂ എന്നാണ് മറുപടി പറഞ്ഞത്. വല്ലാത്തൊരു നിസ്സഹായ അവസ്ഥയിലൂടെയാണ് ഞാൻ പോയത്. അത് ഇനി ആർക്ക് സംഭവിക്കരുത് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഞാനത് കംപ്ലൈൻറ്റ് കൊടുത്തതും നിയമ പോരാട്ടം നടത്തിയത്. മുൻകൂട്ടി സീറ്റ് ബുക്ക് ചെയ്തിട്ടും യാത്രക്കാരിയെ കയറ്റാതെ പോയ KSRTC 35,000 രൂപ നഷ്ടപരിഹാരം നൽകണം. പത്തനംതിട്ട ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷനാണ് ഇത്തരത്തിലൊരു ഉത്തരവിട്ടിരിക്കുന്നത്. പത്തനംതിട്ട തിരുവല്ല സ്വദേശിനിയായ ശ്രുതി സൂസൻ ഫിലിപ്പാണ് ഇത്തരത്തിലൊരു പരാതിയുമായി കൺസ്യൂമർ കോടതിയെ സമീപിച്ചത്. 35,146 രൂപ KSRTC ശ്രുതിക്ക് നഷ്ടപരിഹാരം നൽകാനാണ് ഇപ്പോൾ ഉത്തരവായിരിക്കുന്നത്. ഈ കേസിനാസ്പദമായ സംഭവം എന്താണ് എന്നുള്ളത് ശ്രുതി തന്നെ പറയും. ഞാൻ കാട്ടാക്കടയിൽ നിന്നും അമൃത ആശുപത്രിയിലേക്ക് ഡയറക്റ്റ് ഉള്ള ബസ്, എറണാകുളം അമൃത ആശുപത്രിയിലേക്കുള്ള ബസ് 24/8/2024 യാത്ര ചെയ്യാനായി ബുക്ക് ചെയ്തിരുന്നു. രാവിലെ 8 മണിക്കാണ് തിരുവല്ല ബസ് സ്റ്റാൻഡിൽ അത് പിക്കപ്പ് ടൈം പറഞ്ഞിരുന്നത്. അതനുസരിച്ച് ഞാനും എൻ്റെ പിതാവ് കൂടെ അവിടെ ബസ് സ്റ്റാൻഡിലെത്തുകയും 7:30 ആയപ്പോൾ തന്നെ എത്തി. നേരത്തെ വന്ന് സ്റ്റേഷൻ മാസ്റ്ററിനോട് ചോദിച്ച് ഈ ബസ് വരുന്ന സ്ഥലം ചോദിച്ച് മനസ്സിലാക്കി അവിടെ നിൽക്കുകയും ചെയ്തു. എന്നിട്ടും പറഞ്ഞ സമയത്ത് ബസ് അവിടെ എത്തിയില്ല. 8 മണിക്ക് ഈ ബസ് അവിടെ എത്തിയിട്ടില്ല. അത് മാത്രമല്ല, അവിടെ മറ്റു രോഗികളും എല്ലാം തന്നെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ 8:10 ബസ് കാണാത്തതിനാൽ എനിക്ക് ബുക്കിങ്ങിൽ തന്നിരുന്ന നമ്പറിൽ ക്രൂവിൻ്റെ നമ്പർ ഉണ്ടായിരുന്നു. ആ നമ്പറിലേക്ക് വിളിച്ച് ചോദിച്ചു. അപ്പോൾ ക്രൂ പറയുന്നത് ഞങ്ങളിപ്പോൾ കോട്ടയത്ത് എത്തിയിരിക്കുകയാണ്. തിരുവല്ല കഴിഞ്ഞു പോയി. അത് 8:10 കോട്ടയത്തിരിക്കുകയാണ്. 8 മണിക്ക് തിരുവല്ലയിൽ എത്തേണ്ട ബസ് തിരുവല്ല കഴിഞ്ഞു പോയിരിക്കുകയാണ്. ഞാൻ ഏതെങ്കിലും ബസ്സിൽ കയറി പൊക്കോളൂ എന്നാണ് മറുപടി പറഞ്ഞത്. എങ്ങനെയെങ്കിലും പൊക്കോളൂ അല്ലേ? എങ്ങനെയെങ്കിലും ഏതെങ്കിലും ബസ്സിൽ കയറി എങ്ങനെയെങ്കിലും പൊക്കോളൂ എന്ന് പറഞ്ഞു. വല്ലാത്തൊരു നിസ്സഹായ അവസ്ഥയിലൂടെയാണ് ഞാൻ പോയത്. ഞാൻ തനിച്ച് യാത്ര ചെയ്യുന്നത് കൊണ്ട്, അന്ന് തനിച്ച് യാത്ര ചെയ്യേണ്ട ഒരു സാഹചര്യം ഉണ്ടായതുകൊണ്ടാണ് KSRTC നമ്മൾ വിശ്വാസപൂർവ്വം മുൻകൂർ ബുക്ക് ചെയ്ത് അവിടെ ചെല്ലുന്നതും. ഞാൻ ഡോക്ടറിന് ഫീസ് അടച്ച് 500 രൂപ ഫീസ് അടച്ച് 12:30 ചെല്ലാനായിട്ട് ആണ് ഈ ബസ് തന്നെ 8 മണിക്കുള്ള ബസ് ബുക്ക് ചെയ്തതും എല്ലാം. പക്ഷേ ഇത്തരം മറുപടിയാണ് അവരുടെ ഭാഗത്തുനിന്ന് കിട്ടിയത്. അപ്പോൾ തന്നെ ഞാൻ സ്റ്റേഷൻ മാസ്റ്ററിൻ്റെ അടുത്ത് ചെന്ന് കാര്യം അറിയിച്ചു. സ്റ്റേഷൻ മാസ്റ്റർ നോക്കിയപ്പോൾ ഈ ബസ് അവിടെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നുള്ളത് കൺഫേം ചെയ്തു. അതേസമയം സ്റ്റേഷൻ മാസ്റ്ററും അവിടെ ഉള്ള മറ്റു ഉദ്യോഗസ്ഥരും ഇവരെ വിളിച്ചു. സ്റ്റേഷൻ മാസ്റ്റർ വിളിച്ചു, ക്രൂവിനെ വിളിച്ചു. അപ്പോൾ അവർ പറയുന്നത് അവർ അവിടെ റിപ്പോർട്ട് ചെയ്യാതെ തന്നെ പോയെന്നുള്ള കാര്യം അറിയുകയും ചെയ്തു. തിരുവല്ല സ്റ്റാൻഡിൽ ഈ ബസ് കയറിയില്ല. അതെ, ബസ് സ്റ്റാൻഡിൽ കയറിയിട്ടില്ല. അത് റിപ്പോർട്ട് ചെയ്യണം. ആ ബസ് തിരുവല്ല സ്റ്റാൻഡിൽ വന്ന് റിപ്പോർട്ട് ചെയ്തിട്ട് പോകേണ്ട ബസ്സാണ്. പക്ഷെ അത് അവിടെ റിപ്പോർട്ട് ചെയ്യാതാണ് പോയേക്കുന്നത്. സ്റ്റേഷൻ മാസ്റ്റർ അത് കൺഫേം ചെയ്തു. അതുപോലെ അവരെ വിളിച്ച് സംസാരിക്കുന്നതും നമ്മുടെ മുന്നിൽ വെച്ച് തന്നെയാണ് സംസാരിച്ചത്. ഈ കാര്യങ്ങൾ അവർ അംഗീകരിക്കുന്നുണ്ട്. IT ജീവനക്കാരിയായ ഞാൻ അവധി എടുത്ത് ഈ ഡോക്ടറിനുള്ള ഫീസും അടച്ച്, മുൻകൂർ ഡോക്ടറിന് ബുക്ക് ചെയ്ത് ഫീസും അടച്ച് അതിനായിട്ടെല്ലാം ഞാൻ ബുദ്ധിമുട്ടി വന്നതാണ്, എൻ്റെ ഫാദറും. എന്നിട്ട് എനിക്ക് പോകാനായിട്ട് പറ്റിയില്ല. 12:30 പിന്നെ എത്തത്തില്ല ഈ ബസ് കിട്ടാഞ്ഞത്. പിന്നീട് ഞാൻ അന്നത്തെ ദിവസത്തെ പ്ലാൻ ക്യാൻസൽ ചെയ്യുകയും പിന്നീട് അവധി എടുത്ത് പിന്നെയും പോകേണ്ടതായിട്ടും പിന്നെയും ബുക്കിംഗ് ചാർജ് അടച്ച് ഹോസ്പിറ്റലിൽ പോകേണ്ടതായിട്ട് വന്നു. അന്ന് തന്നെ ഞാൻ തിരുവല്ല സ്റ്റേഷൻ മാസ്റ്ററിന് നമ്മൾ കംപ്ലൈൻറ്റ് കൊടുത്തു. അടുത്ത ദിവസം ചീഫ് മാനേജിംഗ് ഡയറക്ടർ KSRTCയുടെ അതുപോലെ തന്നെ കേരള ട്രാൻസ്പോർട്ട് മിനിസ്റ്ററിന് മെയിൽ അയക്കുകയുണ്ടായി, കംപ്ലൈൻറ്റ് കൊടുത്തു. അതിലൊക്കെ എന്തെങ്കിലും നടപടികൾ ഉണ്ടായിരുന്നോ? ഇല്ല, അതിനൊന്നും തന്നെ നടപടികൾ ഉണ്ടായില്ല. അന്ന് KP ഗണേഷ് കുമാറാണ് മന്ത്രി. അല്ലേ? ഒരു നടപടി ഉണ്ടായില്ല. അന്ന് ഞങ്ങൾക്കൊരു മറുപടി ഒന്നും കിട്ടിയില്ല. പിന്നീട് ഞങ്ങൾ RTA Act 2009 പ്രകാരം ഞങ്ങൾ നോട്ടീസ് കൊടുത്തു ചീഫ് മാനേജിംഗ് ഡയറക്ടറിന് ഓഫീസിലോട്ട്. ഞങ്ങൾക്ക് കിട്ടിയ മറുപടി എന്ന് പറഞ്ഞാൽ ക്രൂവിന് എഗൻസ്റ്റ് ആയിട്ട് ഒരു ഡിസിപ്ലിനറി ആക്ഷനോ മറ്റോ എടുത്തു എന്ന് മാത്രമാണ്. പക്ഷെ ഞങ്ങളെ വിളിച്ച് ഞങ്ങളുടെ സൈഡ് കേട്ടോ ഒന്നുമല്ലല്ലോ. ഞങ്ങൾക്ക് വേണ്ട രീതിയിലുള്ള ഒരു പരിഹാരവും ഞങ്ങൾക്ക് കിട്ടിയിട്ടുമില്ല. വേണ്ട രീതിയിലുള്ള പരിഹാരം കിട്ടാത്തത് കൊണ്ട് ഞങ്ങൾ ബഹുമാനപ്പെട്ട പത്തനംതിട്ട ഡിസ്ട്രിക്ട് കൺസ്യൂമർ കോടതിയിൽ ഞങ്ങളുടെ കേസ് കംപ്ലൈൻറ്റ് ഫയൽ ചെയ്യുകയായിരുന്നു. അവിടെ ഞാൻ പോയി എൻ്റെ മൊഴി കൊടുക്കുകയും നേരിട്ട് കാര്യങ്ങളൊക്കെ പറയുകയും കേസിൻ്റെ വിശദാംശങ്ങൾ പറയുകയും പ്രൂഫ് കൊടുക്കുകയും ഒക്കെ ചെയ്തതാണ്. അതിനുശേഷം 1.5 വർഷത്തോളം നീണ്ടുനിന്ന നിയമ പോരാട്ടം അല്ലേ? അതെ. പിന്നീട് എനിക്ക് ജോലിയുടെ സംബന്ധമായിട്ടുള്ള ലീവൊന്നും കിട്ടാത്തത് കൊണ്ടൊക്കെ പിന്നീട് എൻ്റെ ഫാദറും കൂടെ ഇൻവോൾവ് ആയിട്ടാണ്. ഫാദർ ഈ കാര്യത്തിലെ വിറ്റ്നസ്സാണ്. അപ്പോൾ ഫാദറും ഇതിൽ വന്ന് ഫാദറും ഞാനും കൂടാണ് കേസ് കൊടുത്തത്.
അതുപോലെ ഫാദറിന് ഓതറൈസേഷൻ ലെറ്റർ കൊടുത്ത് ഫാദർ നേരിട്ടാണ് ഈ കേസ് വാദിച്ചത്. ഞങ്ങൾ വേറെ വക്കീലിനെ ഒന്നും വെച്ചിട്ടല്ല, നേരിട്ട് തന്നെയാണ് എൻ്റെ ഫാദർ കേസ് വാദിച്ച് ജയിച്ചത്. അപ്പോൾ അനുകൂലമായ ഒരു വിധി സമ്പാദിച്ചിരിക്കുകയാണ്. അതെ. ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ, ഈ സംഭവത്തിന് ശേഷം പിന്നീട് എപ്പോഴെങ്കിലും KSRTCയിൽ സീറ്റ് ബുക്ക് ചെയ്യുകയോ യാത്ര ചെയ്യുകയോ ചെയ്തിട്ടുണ്ടോ? പിന്നീട് ഇല്ല. ഇല്ല. അവർ വിശ്വാസം നഷ്ടപ്പെട്ടതിന് ശേഷം വീണ്ടും അത്തരത്തിലൊരു ഇതിലേക്ക് പോയിട്ടില്ല. ഞാൻ പറയട്ടെ, നമ്മൾ സീറ്റ് ബുക്ക് ചെയ്ത് പോകുന്നത് എന്തുകൊണ്ടാണ്? നമ്മൾക്ക് അത്രത്തോളം അത്യാവശ്യമുള്ള ഒരു കാര്യം, നമുക്ക് അതിലൊരു ബുദ്ധിമുട്ടോ ഒരു പിഴവ് വരാതിരിക്കാനാണ് നമ്മൾ ബുക്ക് ചെയ്ത് പോകുന്നത്, മുൻകൂട്ടി ബുക്ക് ചെയ്ത് പോകുന്നത്. ഇങ്ങനെ വരുമ്പോൾ നമുക്ക് എങ്ങനെ പിന്നെയും അത് വിശ്വസിച്ച് ഒരു പ്രധാന കാര്യങ്ങൾക്കായിട്ട് പോകാൻ ചൂസ് ചെയ്യാൻ ബുദ്ധിമുട്ട് വരും. അല്ല, എൻ്റെ ഫാദർ വളരെയധികം എന്നെ സപ്പോർട്ട് ചെയ്തു. ഫാദറിൻ്റെ ഒരു എൻകറേജ്മെൻറ്റ് കൊണ്ടാണ് എനിക്ക് കേസിന് കാര്യങ്ങൾക്കായിട്ടൊക്കെ പോകാനൊക്കെ കഴിഞ്ഞത്. ഈ ബസ് വരാതെ പോയതോടെ അത്രയും രോഗികളും തിരിച്ചു പോകേണ്ട ഒരു സ്ഥിതി വരുന്നതായിട്ട് കണ്ടു പലരും. കാര്യം വെച്ചാൽ പിന്നെ അന്ന് റോഡ് പണി നടക്കുന്നത് കൊണ്ട് ഈ ബസ് അങ്ങ് എന്നിട്ട് പിന്നെ അവർക്ക് ടോക്കൺ എടുത്ത് ഒരു ഡോക്ടറെ കാണാൻ പറ്റാതെ അവർക്ക് തിരിച്ചു പോരേണ്ടി വരും. അതുകൊണ്ടാണ് അവർ പിന്നെ പോയിട്ട് കാര്യമില്ല എന്നുള്ളൊരു ഇതിലേക്ക് വന്നത്. സത്യത്തിൽ വളരെ വേദനാജനകമായ ഒരു അവസ്ഥയാണ് അവിടെ ഞങ്ങൾ കണ്ടു മനസ്സിലാക്കി. പിന്നീട് ഞങ്ങൾ ആലോചിച്ചപ്പോൾ ഇതങ്ങനെ വിട്ടാൽ ശരിയാകത്തില്ല. അവിടെ ഉള്ളവരുടെ സംസാരത്തിൽ നിന്നും ഇത് സ്ഥിരം പരിപാടിയാണെന്നുള്ളൊരു രീതിയിലാണ് അവരും സംസാരിക്കുന്നത്. ഡിപ്പോയിൽ നിന്ന് നമുക്ക് മനസ്സിലായത്. അപ്പം അങ്ങനെയാണ് എന്തെങ്കിലും ആട്ടെ, ഇതൊന്ന് ഇച്ചിരി കഷ്ടപ്പാട് വരും. കാര്യം ഒരു ഗവൺമെൻറ്റുമായിട്ടുള്ളൊരു കേസാണ്, നിസ്സാര കാര്യമായിട്ടാണ് വരുന്നതെങ്കിലും ഇങ്ങനെ ഒത്തിരി പേർക്ക് ഇങ്ങനെ അനുഭവങ്ങൾ ഉള്ളതാണെന്നുള്ള രീതിയിലും സംസാരം ഉണ്ടായി. അത് എന്താണെന്നറിയാമെന്നുള്ള ധാരണയിൽ എനിക്കറിയാം, പത്തനംതിട്ടയിൽ പോയി തിരുവല്ലായെന്ന് കേസ് നടത്തുന്ന ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും. ഗവൺമെൻറ് വശത്തുനിന്ന് വലിയ വലിയ വക്കീലന്മാരും ഒത്തിരി അവർക്ക് ആൾക്കാരും ഒക്കെ അവർക്ക് പത്തനംതിട്ടയിൽ നിന്ന് പോയി ചെന്ന് പെട്ടെന്ന് ഹാജരാകാനും മെനക്കെടാനും അവർക്ക് വലിയ ബുദ്ധിമുട്ടില്ല. പക്ഷേ ഞാൻ തന്നെ എല്ലാ മാസവും ഓരോ അവധി കാണും. അവധിക്കും പോയി അവർ പലതരത്തിലുള്ള തർക്കങ്ങൾക്ക് അതിന് മറുപടിയും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഒത്തിരി നീണ്ടുപോയി. എല്ലാ തെളിവുകളും എല്ലാ വശവും നല്ലപോലെ കേട്ട് മനസ്സിലാക്കി കോടതി തന്നെ അതിനൊരു തീരുമാനം ഉണ്ടാക്കി തന്നതാണ്. അനുകൂലമായ ഒരു വിധി വിധിച്ചിരിക്കുകയാണ്. ഇതിനകത്ത് സാമ്പത്തികമായിട്ട് എനിക്ക് നല്ല ചിലവുണ്ട്. എന്നാലും ആ ഒരു തുക അനുവദിച്ച് കിട്ടിയതിൽ എനിക്ക് സന്തോഷമുണ്ട്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഇത് നിസ്സാരവൽക്കരിക്കുന്ന ഇനിയൊരു നടപടി വരത്തില്ലല്ലോ. നമ്മൾ ഈ 1.5 വർഷക്കാലത്തോളം തിരുവല്ലയിൽ നിന്ന് എല്ലാ മാസവും പത്തനംതിട്ട പോയി കേസ് നടത്തി നോക്കുമ്പോൾ സാമ്പത്തികമായി ചിലവുണ്ട്. പക്ഷേ അങ്ങനൊരു കാര്യം നടത്തി കിട്ടിയതിലുള്ള സംതൃപ്തി അതിലും വലുതാണ് പണത്തിനേക്കാൾ. രണ്ടാമത്തെ നല്ലൊരു വിധി കിട്ടി. അത് കോടതി നല്ലപോലെ 4 വശവും കേട്ട് മനസ്സിലാക്കി അവരുടെയും ഞങ്ങളുടെയും എല്ലാം വേർഷൻ കേട്ട് അതിനൊരു വാദം കേട്ട് തീരുമാനം എടുക്കാനുള്ള സൗകര്യം ഉണ്ടാക്കി. അല്ല ഒരു ദിവസം കൊണ്ട് പെട്ടെന്ന് തീർത്തതല്ല. 1.5 വർഷക്കാലത്തോളം ഈ അച്ഛനും മകളും നടത്തിയ നിയമ പോരാട്ടത്തിനൊടുവിൽ ഇവർക്ക് അനുകൂലമായ ഒരു വിധി കൺസ്യൂമർ കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുകയാണ്. 35,146 രൂപയും പലിശയും ചേർത്ത ഇവർക്ക് നൽകാനാണ് ഇപ്പോൾ ഉപഭോക്തൃ പരിഹാര കോടതി വിധി പറഞ്ഞിരിക്കുന്നത്. 146 രൂപ ബസ് ചാർജും 25,000 രൂപ നഷ്ടപരിഹാരവും 10,000 രൂപ കോടതി ചെലവും ചേർത്താണ് ഈ 35,146 രൂപ ഇപ്പോൾ നൽകാൻ വിധിയായിരിക്കുന്നത്. 1.5 വർഷക്കാലത്തോളം നീണ്ടുനിന്ന നിയമ പോരാട്ടത്തിനൊടുവിൽ ഇത്തരമൊരു വിധി ലഭിച്ചതിന്റെ സന്തോഷത്തിലാണ് ശ്രുതിയും പിതാവും. പത്തനംതിട്ട തിരുവല്ലയിൽ നിന്നും ക്യാമറമാൻ അരുൺ മലയിലിനൊപ്പം രാഹുൽ ഇരുമ്പുകുഴി, ഫോക്കസ് ന്യൂസ് TV.